പിന്നെ കോൺഗ്രസും UDF-ഉം വളരെ സീരിയസ് ആണ് അവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ എന്ന തോന്നൽ ആദ്യമുണ്ടാക്കിയ മുഹൂർത്തങ്ങളിലൊന്നായിട്ടാണ് ഈ പ്രകടന പത്രിക വന്ന ദിവസത്തെ ഈ പ്രഖ്യാപനത്തെ ഞാൻ കണ്ടത്. അന്ന് ഹർഷന് ഓർമ്മയുണ്ടാവും, അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇവരുടെ പ്രകടന പത്രികയിലെ ഈ ഒരു പ്രഖ്യാപനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന്. അന്ന് എനിക്ക് പറ്റിപ്പോയൊരു തെറ്റ്, ഞാനന്നും മറ്റെല്ലാവരെയും പോലെ ഇവർ പറഞ്ഞത് എല്ലാ ബസ്സിലും ഉണ്ട് എന്നുള്ള ആയിരിക്കും എഴുതിയപ്പോൾ ഞാനന്ന് ഉദാഹരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് കോട്ടയം വരെ പോയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഈ കണ്ണൂരും കാസർഗോഡുള്ള ആളുകൾ, പെൺകുട്ടികൾ തിരുവനന്തപുരത്തും കോട്ടയത്തേക്കും എറണാകുളത്തേക്കൊക്കെ പഠനത്തിനായിട്ട് പോകുമ്പോൾ അവർക്ക് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നത് എത്രമാത്രം ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുകൂടെ ഞാനന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഇത് ഓർഡിനറി ബസ് മാത്രമാണ്. പക്ഷേ അവർ അടുത്ത ഘട്ടത്തിൽ ഇത് വിജയിച്ചാൽ ഇതുപോലെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലടക്കം മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് ഈ പറയുന്ന സൗജന്യ യാത്ര നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു, നൽകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പിന്നെ വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തുകൊള്ളാം എന്ന് പറയുന്ന ആളുകളെ ടിക്കറ്റ് എടുക്കാൻ വിടുകയും, എന്നാൽ ഈ ഫ്രീ ആയിട്ടുള്ള ഈ പറയുന്ന മുഴുവൻ സംസ്ഥാനം മുഴുവനുള്ള KSRTCയിലെ യാത്ര എന്നത് അവരുടെ ഒരു അവകാശമാക്കുകയും കൂടെ ചെയ്യണം ഭാവി കാലത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം പ്രകടന പത്രിക ഒരിക്കലും UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഗൗരവത്തിലെടുക്കാറുള്ള കാര്യമേ അല്ലായിരുന്നു. പ്രകടന പത്രിക ഗൗരവത്തിലെടുക്കുന്ന ചരിത്രം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. അതുണ്ടാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ്. 2 പിണറായി വിജയൻ സർക്കാരാണ്. അതിനു മുമ്പുള്ള ഇടതുപക്ഷ സർക്കാരുകളും പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ നടപ്പിൽ വരുത്തണം എന്ന നിശ്ചയദാർഢ്യമുള്ള ആളുകളായിരുന്നു. പ്രത്യേകിച്ചും ഈ പിണറായി വിജയൻ സർക്കാരുകൾ പ്രകടന പത്രിക എന്ന് വെച്ചാൽ വളരെ ഉറപ്പായിട്ടും പാലിക്കേണ്ടുന്ന കാര്യമാണ് എന്ന ഒരു ധാരണയുമായിട്ടാണ് അധികാരത്തിലേക്ക് വരിക. അവരതിന് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കും. ഞങ്ങളിതാ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാ 99.95% കാര്യങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിറങ്ങുക. അപ്പോൾ ഈ 2 ടേമായിട്ട് 10 വർഷം ഭരിച്ചപ്പോൾ അവർ ഈ പ്രകടന പത്രിക എന്ന് പറയുന്നതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആളുകൾ ട്രസ്റ്റ് ചെയ്യേണ്ടുന്നൊരു പേപ്പറാക്കിയിട്ട് മാറ്റി. വെറുതെ പ്രഖ്യാപിച്ചങ്ങ് പോക്കല്ല. അതിലേക്ക് ഈ പറയുന്ന VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF-ൻ്റെ മുന്നണിയും വന്നു എന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ പ്രകടന പത്രികയിൽ കണ്ടത്. അവരതിനകത്ത് പറഞ്ഞ ഈ കാര്യം ശരിക്കും ഇത് ഗംഭീരമാണല്ലോ എന്നൊരു തോന്നൽ ആദ്യ കേൾവിയിൽ തന്നെ എനിക്കുണ്ടാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഹർഷനിപ്പോൾ പറഞ്ഞാൽ അതുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പൊതുജനത്തിന് ഈ പറയുന്ന വെൽഫെയർ സംഗതികളെല്ലാം ഒരു 10 വർഷത്തെ ഓർമ്മയിൽ LDF സർക്കാരുകൾ പ്രഖ്യാപിക്കുന്നതാണ്. അതായത് മുഴുവൻ ആളുകൾക്കും വീടുകൾ, അപ്പോൾ ആളുകൾക്ക് സുരക്ഷയോട് കൂടിയിട്ട് അന്തസ്സോട് കൂടിയിട്ട് സ്വന്തം വീടിനകത്ത് താമസിക്കാവുന്ന അവസ്ഥ. ഇപ്പം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രമൊക്കെ കൊടുക്കുന്നതിന് മുമ്പിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫോട്ടോ ഉണ്ടാവും, നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ വഴിക്ക് ഇപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ, അവിടെ ആ വീട്ടിനകത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ അവൻ സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ വീട് മാത്രം കിട്ടിയത് കേന്ദ്ര സർക്കാർ അവന് കൊടുത്തതാണ്. അവനൊരു ദരിദ്രനായ കുട്ടിയാണ് ഇന്ന് അവനെ മറ്റു കുട്ടികൾക്കിടയിൽ പിന്നെ മനസ്സിലാക്കപ്പെടുന്ന ഒരു ഫോട്ടോ നരേന്ദ്രമോദിയുടേതായിട്ട് ആ വീടിന് മുന്നിലുണ്ടാവും. അല്ലെങ്കിൽ അത്ര സൗജന്യങ്ങൾക്ക് മുന്നിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധാനമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാതെ പിണറായി വിജയൻ സർക്കാർ ഈ വീട് കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അത് നമ്മുടെ മുമ്പിലുണ്ട്. അത് അനുഭവിച്ചറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ഘട്ടം വരെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ UDF എന്താണ് പ്രഖ്യാപിക്കുക എന്ന പ്രത്യേകിച്ചൊന്നും കൊടുക്കാനില്ലല്ലോ. ഈ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് എന്താണ് പ്രഖ്യാപിക്കാനുള്ളത്? വീടുകൾ കൊടുക്കണം. വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ തരക്കേടില്ലാതെ ആളുകൾ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതാണ് പൊതുവിലുള്ള നില. ഈ അതിദാരിദ്ര്യ സംവിധാനങ്ങളുണ്ടെങ്കിൽ അതും ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഇവരുടെ പ്രഖ്യാപനത്തിൽ തന്നെയുണ്ട്. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അതിമനോഹരവും നല്ല ആശയഗരിമയുള്ളതുമായ ഒരു കാര്യം ഇവരെടുത്ത് മുന്നോട്ട് വെച്ചതാണ് ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതിൻ്റെ കാരണങ്ങൾ ഹർഷൻ പറഞ്ഞതിലുണ്ട്. അതായത് ഒന്ന്, സ്ത്രീകൾക്ക് പുറത്തേക്ക് വരാം. അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് ആലോചിക്കേണ്ടുന്ന സ്ഥിതി ഇല്ലാതായി. പിന്നെ ഈ പറയുന്ന സ്ത്രീകൾക്ക് രാവിലെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീ ഓർക്കുക, തിരുവനന്തപുരത്ത് നമ്മൾ എപ്പോഴും രാവിലെ കാണുന്ന ആളുകളെ ഓർക്കുക, അവരവരുടെ വീടുകളിൽ നിന്ന് പോകുമ്പോൾ മിനിമം 1000 രൂപ അവർക്ക് അവരുടെ കൈവശത്തേക്ക് വന്നു. ഒരു മാസം 1000 രൂപ എന്ന് വെച്ചാൽ 4000, 5000, 6000, ഇനി പോട്ടെ 10000 വരെ മാസത്തിൽ പൈസ ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കുന്ന ആൾക്ക് 1000 രൂപ എന്ന് വെച്ചാൽ വലിയ തുകയാണ്. അപ്പോൾ ആ വീടുകൾക്കകത്ത് അവരുടെ സാഹചര്യങ്ങളെ പൊതുവിൽ മാറ്റും. അത് ആ വീട്ടിനകത്തൊരു കുട്ടിയുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടെങ്കിൽ അമ്മ കൊണ്ടുവരുന്ന ഈ 1000 രൂപയുടെ വ്യത്യാസം എന്ന് വെച്ചാൽ അത് വളരെ വളരെ വലുതാണ്. ആ കുട്ടിയുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഭയങ്കരമായ അതിഗംഭീരമായിട്ടൊരു പ്രഖ്യാപനം എന്ന് അന്ന് തന്നെയും കണ്ടിരുന്നു. എനിക്ക് അവരുടെ വലിയ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിട്ട് ഇത് തന്നെയാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെയുള്ളത് പ്രശ്നം എന്ന് വെച്ചാൽ KSRTC ബുദ്ധിമുട്ടല്ലേ? KSRTC സ്വന്തം നിലക്ക് തന്നെ ഒരു നഷ്ടമായിട്ടുള്ള കാര്യമല്ലേ? സർക്കാരിന് ഒരുപാട് സാമ്പത്തിക ചിലവ് വരില്ലേ? സർക്കാരിൻ്റെ സാമ്പത്തിക ചിലവ് സർക്കാർ നോക്കട്ടെ. സർക്കാരിന് നഷ്ടം ഉണ്ടാകണ്ടേ സർക്കാർ നോക്കട്ടെ. സർക്കാർ ആ നഷ്ടം എങ്ങനെ പരിഹരിക്കാമെന്ന് സർക്കാർ നോക്കട്ടെ. KSRTC ഇത്രയും നാളും വലിയ പ്രശ്നത്തിലുണ്ടായിരുന്ന KSRTC മെച്ചപ്പെടുത്തുന്ന അവരുടെ ഉത്തരവാദിത്തം അവർ ചെയ്യട്ടെ. സാധാരണ മനുഷ്യർക്ക്, സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു ആനുകൂല്യം കിട്ടിയെന്നുള്ളത് അതിമഹത്തരമായൊരു സംഗതിയാണ്. അത് ഞാനീ
പറഞ്ഞതുപോലെ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് വലിയ വിജയത്തിൽ 102 സീറ്റ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഈ ഒരു മൂന്നാം തവണയും ഭരിക്കുമെന്ന് വിചാരിച്ചിരുന്ന വല്ലാതെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ആളുകളോട് CPI-കാരോടും CPM-കാരോടും വന്നിട്ട് ഈ പരിപാടി അങ്ങ് പിന്തുണച്ചുകൊണ്ട് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറയാൻ നിർബന്ധിക്കേണ്ടതില്ല. ഇത് UDF-ൻ്റെ മാത്രം, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും CPJ അടക്കമുള്ള പാർട്ടികളുടെയും മാത്രം ഒരു സന്തോഷകരമായ സാഹചര്യമാണ്. അത് വളരെ വളരെ ഗംഭീരമായിട്ട് ആ സ്ത്രീകളെല്ലാം അതിനെ അനുകൂലിക്കുന്നതും ആസ്വദിക്കുന്നതായിട്ട് കണ്ടു. ഇതിന്